പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ CPM എന്ന് പറയുന്ന ഈ പാർട്ടിയെ ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ക്രൂരമുഖമുള്ള ഒരു പാർട്ടിയായിട്ടാണ് കുറെ കാലമായി ഞാൻ വിശേഷിപ്പിക്കാറ്. എന്ന് പറഞ്ഞാൽ ഒരു മാനുഷികതയുമില്ലാത്ത, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഒരു, ഇംഗ്ലീഷിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഞാനതിന് ഉപയോഗിക്കുന്നത്, റൂത്ത്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി. ആ റൂത്ത്ലെസ്നെസ്സിൻ്റെ അങ്ങേയറ്റമായിരുന്നു TP ചന്ദ്രശേഖരൻ വധം. 51 വെട്ട് മുഖത്ത് വെട്ടി ഒരു മനുഷ്യനെ കൊന്ന പാർട്ടി. ആ പാർട്ടി എന്താ ചെയ്തത്? 51 വെട്ടുവെട്ടിയ മനുഷ്യനെ കൊന്നു. ആ മനുഷ്യൻ്റെ മുഖം തുന്നിക്കൂട്ടി ഒരു ആകൃതിയിലൊക്കെ ആക്കിയെടുക്കാൻ പോലും ഏതാണ്ട് 2.5-3 മണിക്കൂർ എടുത്തു എന്നാണ് ആ 420 പേജുള്ള ആ വിധിന്യായത്തിൽ നിന്ന് എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റി. എന്ന് മാത്രമല്ല, അതിൽ ജഡ്ജി പറഞ്ഞിട്ടുണ്ട് റൂത്ത്ലെസ്, ബാർബാറിക്, ഡയബോളിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം രൂക്ഷമായ വാക്കുകളാണ് ജഡ്ജി ഈ കൊലപാതകത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ദ മർഡർ നോട്ട് ഓൺലി ഷുക്ക് ദ കോൺഷ്യൻസ് ഓഫ് ദ ജുഡീഷ്യറി ബട്ട് ഓൾസോ ഇറ്റ് ഷുക്ക് ദ കോൺഷ്യൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ എന്നുകൂടി അന്ന് ജഡ്ജി വിധിന്യായത്തിൽ എനിക്കൊന്ന് 820-ാമത്തെ പാരഗ്രാഫിൽ ഈ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞത് ഞാനോ. സുഹൃത്തുക്കളെ, അതിനുശേഷം നടന്ന വേറെ പല കൊലപാതകങ്ങൾ നമ്മളൊന്ന് നോക്കൂ. പിന്നീട് നടന്ന കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകം, എത്ര ക്രൂരമായിട്ടാണ് ആ 2 ചെറുപ്പക്കാരെ CPM കൊന്നത്. അതിന് മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അരിയിൽ ഷുക്കൂറിൻ്റെ വധം. 100-100 ചില്ലാൻ ആളുകൾ കാഴ്ചക്കാരായി നിൽക്കുമ്പോഴാണ് 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ എൻ്റെ കഴുത്തറത്ത് CPM കൊന്നത്. അതിനുശേഷം മട്ടന്നൂരിൽ നടന്ന ഷൊഹൈബ് വധം. ഷൊഹൈബിനെ ഏതാണ്ട് 40-48 വെട്ടുവെട്ടിയാണ് ഈ CPM കൊന്നത്. മുഖത്ത് 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം എന്തൊക്കെയാ ചെയ്തത് ആലോചിച്ച് നോക്കിക്കേ. ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു? മാഷാ അള്ളാ എന്ന് പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് മുസ്ലിം തീവ്രവാദികളാണെന്ന് പറഞ്ഞു. ബോംബെയിൽ നിന്ന് ഒരു വ്യവസായി ഇവിടെ വന്നിട്ട് അയാളുടെ നേതൃത്വത്തിലാണ് കൊന്നതെന്ന് പറഞ്ഞു. PC ജോർജ് എന്തോ ഒരു ഗൂഢാലോചന നടത്തി, PC ജോർജിൻ്റെ നേതൃത്വത്തിലാണ് കൊലപാതകം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി എത്ര ശ്രമങ്ങളാണ് നടത്തിയത്. ആ ഉദ്യോഗസ്ഥന്മാരെ ഏതൊക്കെ തരത്തിലാണ് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ നമ്പറുകൾ പോലും ചോർത്തി ദേശാമാനികളെ കൊണ്ടുവന്ന് പ്രസിദ്ധീകരിച്ചില്ലേ. എത്രയോ പേരുടെ മൊഴിയാണ്, 10, 21, 25 ഉദ്യോഗസ്ഥന്മാരുടെ പേരുടെ മൊഴിയെ മാറ്റി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മൊഴി പോലും അന്ന് മാറ്റി. നമ്മൾ ഓർക്കണം, അന്ന് UDF അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കണം. ആ കേസ് വാദിക്കുന്ന അഭിഭാഷകന്റെ വീടിന് മുന്നിൽ റീത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ CPMൽ നിന്ന് പോകുന്ന ഒരാളെ വളരെ റൂത്ത്ലെസ്സായി മുഖത്ത് 51 വെട്ടി കൊല്ലുക, അതിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വൃത്തികെട്ട ശ്രമവും നടത്തുക, ആ കേസിലെ പ്രതികളായിട്ടുള്ള കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി വലിയ വക്കീലന്മാരെ നിയമിക്കുക, ആ പ്രതികൾക്ക് ജയിലിൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നേതാക്കന്മാരെ തന്നെ ഉപയോഗിക്കുക, ആ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടിരുന്ന ദിവസം അവർക്ക് വേണ്ടിയിട്ട് തുണിയും കാര്യങ്ങളും മുണ്ടും ഷർട്ടും ഒക്കെയായി പാർട്ടി നേതാക്കന്മാർ തന്നെ അവിടെ പോയി നിൽക്കുക, ശിക്ഷിക്കപ്പെട്ടവർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്ക് ജയിലിൽ നിന്ന് പരോളിൽ വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പ്രതികളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുക, കുറ്റവാളികളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുക, കുറ്റവാളിയായി ജയിലിൽ കിടക്കുമ്പോൾ പോലും ആ കുറ്റവാളിയെ പാർട്ടി ഭാരവാഹിയാക്കി നിലനിർത്തുക, ആ നിലയിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള നിലയിൽ റൂത്ത്ലെസ് ആയിട്ടുള്ള നിലയിൽ കൊലപാതകം നടത്തുക, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തുക. ഇത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഹീനമായി ചെയ്യുന്ന CPM പോലെ വേറെ ഏതൊരു പാർട്ടിയുണ്ട് സുഹൃത്തുക്കളെ? അത് ഈ പറഞ്ഞ കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ മാത്രം. ഇപ്പോൾ പാറയിൽ സാജൻ MV ഗോവിന്ദൻ്റെ ഭാര്യയുടെ തെറ്റായിട്ടുള്ള നടപടികൾ കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നത്. ആ പാറയിൽ സാജൻ്റെ ഭാര്യയ്ക്ക് അവിഹിതമായ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു പരത്തുക, ആലോചിച്ച് നോക്കുമ്പോൾ. അപ്പം ഈ നിലയിൽ മനുഷ്യത്വഹീനമായി പ്രവർത്തിക്കുക എന്നത് മുഖമുദ്രയാക്കിയ
ഒരു പാർട്ടിയാണ് CPM എന്ന് CPM എത്ര പ്രാവശ്യമാണ് തെളിയിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ. ഒരു പച്ചക്കള്ളവും പറയാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടി. പ്രതികൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ ആ പ്രതികളെ പൂമാലയിട്ട് ജയിലിലേക്ക്, പിന്നെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകുമ്പോഴത്തേക്കും പ്രതിയായി ജയിലിലേക്ക് പോകുമ്പോൾ അവരെ പൂമാലയിട്ട് ജയിലിലേക്ക് പറഞ്ഞു വിടുക. കുറ്റവാളികൾ ജയിലിൽ കിടക്കുമ്പോൾ പോലും അവരെ പാർട്ടി ഭാരവാഹിയാക്കുക. കുറ്റവാളികൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അവരെ പൂമാലയിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അവരെ സ്വീകരിക്കുക. പരസ്യമായി കൊലവിളി നടത്തുക. തല പൂക്കുറ്റി പോലെ ചെതറുമെന്ന് പറയുക. വെള്ളവസ്ത്രത്തിൽ പൊതിയുമെന്ന് പറയുക. കയ്യും കാലും തല്ലിയൊടിക്കുമെന്ന് പറയുക. ആലോചിച്ച് നോക്ക്, എത്ര ഞാൻ പറഞ്ഞ ഒരു മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സഖാക്കളെ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഒരു പാർട്ടിയുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എനിക്കൊന്ന് ഫസൽ വധക്കേസ് അന്വേഷിച്ച, പിന്നെ ഞാൻ ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുള്ളതുകൊണ്ട്, ഫസൽ വധക്കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അതിക്രൂരമായി പിന്നെ അയാളെ ഒരു പെണ്ണ് കേസിൽ കുരുക്കി അതിക്രൂരമായി മർദ്ദിച്ച് കൊല്ലാറാക്കിയ സംഭവം നമ്മൾ ഓർമ്മയില്ലേ സുഹൃത്തുക്കളെ? ഇനി ഞാൻ ഇത് ഇത്രയും ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞു. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. എന്താ വിഷയം? നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വളരെ വിചിത്രമായൊരു സംഭവം. 2005 മറ്റോ നടന്നൊരു ഫസൽ വധക്കേസുണ്ട്. ആ ഫസൽ വധക്കേസ് എന്താ സംഭവിച്ചത്? CPM നിന്ന് ഫസൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ NDF പോയി ചേർന്നു. ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയാണ്, അതിൽ പോയി ചേർന്നു. ആ ചെറുപ്പക്കാരനെ CPM കൊന്നു. അതിൻ്റെ കുറ്റപത്രം ഇപ്പം സമർപ്പിച്ചിരിക്കുകയാണ്. ആ കൊന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായൊരു സംഭവമുണ്ട്. എന്താണ്? ആ കൊന്നിട്ട് ഈ കൊലയാളികളായിട്ടുള്ള CPM ആ ഫസലിൻ്റെ രക്തത്തിൽ ഒരു തൂവാല മുക്കിയിട്ട് ആ തൂവാല കൊണ്ടുചെന്ന് RSSകാരുടെ ഒരു പിന്നെ ക്ഷേത്ര പരിസരത്ത് കൊണ്ടുവന്ന് അത് എറിഞ്ഞിട്ട് പോയി. എന്തിനാണ്? ഇത് RSSകാർ NDFനെതിരെ ചെയ്തതാണ് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. എന്നിട്ട് RSSകാരാണ് കൊന്നെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പിന്നെ യോഗവും ഒക്കെ നടത്തി. CPM കള്ളന് കഞ്ഞി വെച്ചവന്മാരല്ലേ ഇവന്മാർ നടത്തി. അത് CBI അന്വേഷിച്ച് CPM അതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു പ്രധാനപ്പെട്ട പ്രതിയാണ് കാരായി രാജൻ. ആ കാരായി രാജൻ ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്ന് പിന്നെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. MLA ആണിപ്പോൾ കാരായി രാജൻ. അതുപോലെ തന്നെ കാരായി ചന്ദ്രശേഖരൻ, കൊടി സുനി, അവരൊക്കെ ഇതിൽ പിന്നെ പ്രതികളാണ്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു വാർത്ത കുറച്ച് നാൾ മുമ്പ് കേട്ടു. എന്താണെന്നറിയോ? ഇതിൻ്റെ വിചാരണ നടക്കുന്ന വിചാരണ കോടതി എറണാകുളം CBI കോടതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. CBI കോടതിയിലെ ഈ കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടി മുതലായിരുന്നു ഈ പിന്നെ ചോരയിൽ മുങ്ങിയ ഈ ടവൽ പൊടുന്നതിനെ ഒരു ദിവസം കാണാതാവുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ടു. എന്നിട്ട് അതിൻ്റെ തൊട്ടുപുറകെ നമ്മൾ കേട്ടതെന്താണ്? എലി കരണ്ടു എന്നാണ് നമ്മൾ പിന്നീട് കേട്ടത്. അപ്പോൾ ഈ തുവാല ഈ വിചാരണയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തൊണ്ടിയാണ്. കൊലപാതകം നടന്നു എന്നുള്ളതല്ല, കൊലപാതകം ആസൂത്രണം ചെയ്ത് കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വർഗീയതകൾ നടത്താൻ ശ്രമം നടത്തി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട തൊണ്ടി മുതലാണ് ഈ ചോരയിൽ കവിഞ്ഞ കുതിർന്ന ഈ തൂവാല. അത് പിന്നെ CBI കോടതിയുടെ എന്ന തൊണ്ടി മുറിയിലോ മറ്റോ ഭദ്രമായി സൂക്ഷിച്ചിരുന്നതാണ്. ഒരു ദിവസം കാണാനില്ല, എലി കരണ്ടു എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ 2 ദിവസം മുമ്പ് കേൾക്കുന്നത് എന്താ? എലി കരണ്ടു എന്ന് പറഞ്ഞ ആ തൂവാല എവിടെ നിന്നാണോ നഷ്ടപ്പെട്ടത് ആ കവറിൽ തിരിച്ചു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ കവർ എന്തോ കത്രിക വെച്ച് മുറിച്ച പോലെയാണ് കാണുന്നത്. അപ്പോൾ എലി കരണ്ടതല്ല എന്നുള്ളത് വ്യക്തമല്ലേ? എങ്ങനെയാണ് തിരിച്ചു പ്രത്യക്ഷപ്പെട്ടത്? വളരെ ഗൗരവമായി കോടതി ആ കേസ് അന്വേഷിക്കുന്നു എന്നുള്ള നില വന്നു. അപ്പോൾ തിരിച്ചു പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? കൊലപാതകം നടത്തുക, ക്രൂരമായി കൊലപാതകം നടത്തുക, ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ആ കേസിലെ പ്രതികളെ പിന്നെ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അവർക്ക് നിയമസഹായം കൊടുക്കുക, സാക്ഷികളെ കൂറുമാറ്റിക്കുക, ഇതൊക്കെ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത CPM ഒരു കൊലക്കേസിൽ നിന്ന് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം അല്ലേ ഈ തൊണ്ടി മുതൽ കാണാതെ ഈ എലി കരണ്ടു എന്ന് പറഞ്ഞ ഈ സംഭവം പോയതും തിരിച്ചു വന്നതും. സുഹൃത്തുക്കളെ, ഇത് വളരെ വ്യക്തമല്ലേ? കോടതിയിലെ CPM ഉദ്യോഗസ്ഥന്മാർ, CPM ജീവനക്കാർ CPMൻ്റെ നിർദ്ദേശപ്രകാരം ഫസൽ വധക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കോടതി മുറിയിൽ നിന്ന്
കട്ടെടുത്തതല്ലേ ഈ ഈ ഈ പിന്നെ തൊണ്ടി മുതൽ. അവസാനം എന്ത് സംഭവിച്ചു? കോടതി ഗൗരവമായി ഇത് അന്വേഷിക്കും എന്ന് മനസ്സിലാക്കി, ഇതിന് തെളിവ് പുറത്തു വരും എന്ന് മനസ്സിലാക്കി, അതെവിടുന്നാണോ എടുത്തുകൊണ്ട് പോയത് അവിടെ കൊണ്ട് വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കൊല നടത്തിയതിന് ശേഷം കേസ് അട്ടിമറിക്കാൻ CPM എത്ര ഹീനമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് ഫസൽ വധക്കേസിൽ CPM ജീവനക്കാർ നടത്തിയിട്ടുള്ള ഈ കള്ളത്തരം എന്ന് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് വ്യക്തമാക്കാൻ.